ഏറ്റവും പ്രിയങ്കരനായ മറ്റൊരാൾ നമ്മളിന്ന് ഈ സംസാരിക്കുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമാണ് ജോൺസൺ. അതെ, ജോൺസൺ എന്നോട് ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാരനാണ്. ഞാനൊരു സിനിമയിൽ ഏത് തരത്തിലുള്ള സംഗീതമാണ് വേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് പ്രാവർത്തികമായിട്ട് കേൾപ്പിച്ച് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അസാധാരണ പ്രതിഭയാണ്. അസാധാരണ പ്രതിഭ. അതായത് എൻ്റെ സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ചും അന്നത്തെ നാട്ടിൻപുറത്തിൻ്റെ കഥകളെടുക്കുമ്പോൾ എൻ്റെ സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ യോജിച്ച മ്യൂസിക്, ആ മ്യൂസിക് കൊണ്ട് ആ സിനിമേനെ എലിവേറ്റ് ചെയ്യുന്ന അത് പക്ഷേ ജോൺസൺ ഇല്ലാതായതിനു ശേഷമാണ് ജോൺസൻ്റെ പ്രസക്തി കൂടുതൽ മലയാളികൾ തിരിച്ചറിയുന്നത്. ജോൺസൻ്റെ പാട്ടുകൾ കൂടുതൽ ആളുകൾ എത്രയും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ജോൺസനെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതിൻ്റെ സങ്കടമാണ്. ജോൺസൺ ജീവിച്ചിരിക്കുമ്പോൾ ജോൺസൺ ഇത്രയും കൂടുതൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ജോൺസൺ മാഷ് കട്ടൻ ചായ മഴ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ ഉണ്ടാവുന്നില്ല. ജോൺസൻ്റെ ഏത് മ്യൂസിക്കുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ബൈഹാർട്ടല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തൂവാനത്തുമ്പികളൊക്കെ ക്ലാര വരുന്ന സമയത്തുള്ള മ്യൂസിക്കൊക്കെ ഒരു പാട്ട് പോലെ തന്നെ ഹിറ്റാണ്. ജോൺസൺ എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, ഞാനൊരിക്കൽ ജോൺസണായിട്ട് തെറ്റി ഒരു തെറ്റെന്ന് വെച്ചാൽ ജോൺസണും ഞാനും തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ പണക്കുണ്ടായിട്ട് ഒരു പടം ജോൺസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പാക്കപ്പ് ചെയ്യുകയും പുള്ളി വരുന്നില്ല എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തിട്ട് ഞാൻ വേറൊരു മ്യൂസിക് ഡയറക്ടറൊക്കെ വെച്ചിട്ട് അതിൻ്റെ റീ റെക്കോർഡിങ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ ഞാൻ സാഷ്ടാംഗം തോൽക്കുകയും ജോൺസനെ വീണ്ടും കൊണ്ടുവരുത്തിയിട്ട് അത് ചെയ്യിക്കുകയും ചെയ്തു. അങ്ങനെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് ജോൺസൺ ചെയ്യുമ്പോൾ. സത്യേട്ടൻ ഡയറക്ടറാണെങ്കിലും, ഡയറക്ടർ എന്നുള്ളതിൽ സക്സസ്ഫുൾ ഡയറക്ടറാണ്, പക്ഷേ ഒരു ലിറിസിസ്റ്റ്, ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ മലയാളം എന്നും ഓർക്കുന്ന ഒരു പിടി ഗാനങ്ങൾ നൽകിയ ആളാണ്. താരകയും മിഴിയിതളിൽ കണ്ണീരുമായി നീ, അതെനിക്ക് തോന്നുന്നു രവീന്ദ്രൻ മാഷിൻ്റെ ആദ്യത്തെ പടം. പിന്നെ ഒരു നിമിഷം തരൂ, നിന്നിൽ അലിയാൻ, A.T. ഉമർ, അങ്ങനെ കുറേയധികം പാട്ടുകൾ. എന്തുകൊണ്ട് ആ ഒരു ട്രാക്ക് വിട്ടു? ഞാൻ ശരിക്കും മദ്രാസിൽ പോയൊരു സംവിധായകനാകാനാണല്ലോ. ഞാൻ പാട്ടെഴുത്തുകാരനാകാൻ പോയ ആളല്ല. എൻ്റെ മനസ്സിൽ പണ്ട് തൊട്ടുണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയ ആഗ്രഹം, ലക്ഷ്യം ഈ സിനിമാ സംവിധായകനാവണമെന്നാണ്. അത് കുട്ടിക്കാലം തൊട്ടേ? കുട്ടിക്കാലം എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ ആവുന്ന സമയം തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ലക്ഷ്യം. അത് എന്തുകൊണ്ട് എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് ആ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ സിനിമ കാണാൻ കൊണ്ടുപോയാൽ അന്തിക്കാടൊക്കെ ഓല ടാക്കീസൊക്കെയാണ്. അപ്പോൾ ഞാൻ പുറകിലേക്ക് നോക്കിയിരിക്കുന്നത് അത്ര. കാരണം ഈ ആ കുഴലിലൂടെ വരുന്ന പുകയൊക്കെ നോക്കിയിട്ട് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, അത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം ഫിലിം മേക്കർ ആവുക എന്നുള്ളതാണ്.